ഈ അനുഗ്രഹത്തിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? ശാപം. ശാപം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ശാപങ്ങളുണ്ട്. മനുഷ്യനെ ശപിക്കാറുണ്ട്. നീ ഗുണം പിടിക്കുകയില്ല എന്ന് പറയുന്ന ശാപമുണ്ട്. പിശാചിനാൽ അതായത് മന്ത്രവാദം മുഖാന്തരവും കൂടോത്രം മുഖാന്തരവും ഒക്കെ ശാപിക്കുന്ന ശാപമുണ്ട്. ശിവൈ ദാവീദിനെ ശപിച്ചു. ദാവീദ് പറഞ്ഞു ദൈവത്തിന്റെ പ്ലാനാന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പറഞ്ഞ ശാപം ദൈവിക ശാപത്തെ കുറിച്ചാണ് പറയുന്നത്. പാപം നിമിത്തം, അനുസരണക്കേട് നിമിത്തം മാനവരാശിയുടെ മേൽ വന്ന ദൈവത്തിന്റെ ശാപത്തെ കർത്താവായി യേശുക്രിസ്തു മുഖാന്തരം അത് റിവേഴ്സ് ചെയ്തു. യേശുക്രിസ്തുവിലൂടെ ശാപം എന്തായി മാറി? റിവേഴ്സായി മാറി. എന്തായി? അത് ശാപം അങ്ങ് മാറി, അനുഗ്രഹം വന്നു. ആരുടെ മേൽ? മാനവരാശിയുടെ മേൽ. ആമേൻ. ഒരിക്കൽ മാനവരാശി പാപം കൊണ്ട് നിറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ശാപം ഒരു വെള്ളപ്പൊക്ക രൂപത്തിൽ ആമേൻ ഇറങ്ങി വന്ന് ആമേൻ എന്ത് സംഭവിച്ചു? ആമേൻ അവിടെ വെള്ളം പൊങ്ങി മാനവരാശിയെ മുഴുവനും നശിപ്പിച്ചപ്പോൾ നോഹ എന്ന വ്യക്തിയെ ആമേൻ ദൈവം എന്തു ചെയ്തു? അരാരത്ത് പർവ്വതത്തിൽ കൊണ്ട് ഉറപ്പിച്ച് ആ ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അരാരത്ത് പർവ്വതം എന്ന വാക്കിന്റെ, അരാരത്ത് എന്ന വാക്കിന്റെ അർത്ഥം ശാപം മാറി അനുഗ്രഹം വന്നെന്ന. ഇതുപോലെ 2020 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ ശാപം ഏറിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്നിട്ട് ആമേൻ ന്യായപ്രമാണം മുഖാന്തരം മാനവരാശിയുടെ മേൽ കിടന്ന ശാപം, അല്ലെങ്കിൽ തകർച്ച, അല്ലെങ്കിൽ മാറാ രോഗങ്ങൾ, അല്ലെങ്കിൽ തീരാ രോഗങ്ങൾ, അല്ലെങ്കിൽ നഷ്ടങ്ങൾ, അല്ലെങ്കിൽ കുടുംബ തകർച്ചകൾ എല്ലാം യേശു ക്രിസ്തുവിൽ എന്തായി മാറി? അത് റിവേഴ്സായി മാറി, അത് അനുഗ്രഹമായി മാറി. That is what called the gospel of Jesus Christ. അതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്.